ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. നല്ല ക്രിസ്പി ഒനിയൻ പക്കോട. അപ്പം നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ 2 എരിവില്ലാത്ത പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവേ. എന്നിട്ട് ഞാൻ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 1/2 കപ്പ് കടലമാവ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സൊക്കെ നമുക്ക് വെള്ളം ചേർത്ത് പതിയെ കുഴച്ചെടുക്കാവേ. കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ മാവൊക്കെ കട്ട പിടിച്ച് പോവും. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ മാവ് ഈ പരുവത്തിൽ നമുക്ക് കിട്ടുവേ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ എണ്ണയൊക്കെ ആവശ്യത്തിന് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് കുറച്ചായിട്ട് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒനിയൻ പക്കോടയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കിഡിലൻ ഉള്ളി പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ ഇത്. ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പം നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വൈകുന്നേരം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. അതുപോലെ തന്നെ ഈ പക്കോട ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.